ഹലോ, ഋതുസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയക്കൂര പൊള്ളിച്ചതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടുവെച്ച് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം സബ്സ്ക്രൈബ് ആയി കേട്ടോ. ഇതിനായിട്ട് നമ്മളൊരു 5 പീസ് അയക്കൂര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് അല്പനേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൂട് വെളിച്ചെണ്ണയിൽ ഈ എല്ലാ അയക്കൂരയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മതി. ഓവർ ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത അതേ ഫ്രൈങ് പാനിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അല്പം കരിവേപ്പിൻ്റെ ഇടുന്നുണ്ട്. അതിലേക്ക് 2 വെള്ളുള്ളി കേട്ടോ ഇതുപോലെ അരിഞ്ഞത് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് അതുപോലെ ഗ്രീൻ ചില്ലി പേസ്റ്റ്. ഇനി ഇതിന്റെ പച്ചമണൊക്കെ പോണ വരെ നന്നായി ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 25-30ഓളം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കിട്ട് ഈ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് 2 നമ്മൾ തക്കാളി ഇട്ടോ ഇതും കൂടി ഇട്ട് ഒന്നുകൂടിയും വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഇത്രയായി നമുക്ക് ഫ്ലെയിം ഓഫ്. ഇനി നമുക്കൊരു 5 വാഴേൻ്റെ ഇല എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമ്മൾ വാട്ടി വെച്ച ഇലയിലേക്ക് നമ്മൾ ഒരു അല്പം മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അയക്കൂര മീൻ, പകുതി വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ചുകൂടി മസാല ഇട്ട് കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇല 4 സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മൾ 5 എണ്ണം ഇതുപോലെ വാഴേൻ്റെ ഇലയിൽ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വാഴേൻ്റെ നാര് കൊണ്ടൊന്ന് കിട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ചൂട് തവയിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഈ വാഴേൻ്റെ ഇലയിൽ കവർ ചെയ്ത മീനില്ലേ, അയക്കൂര മീൻ, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 5 മീനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പനേരം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റിന് ശേഷം ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് ഒന്നുകൂടി കവർ ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ വാഴേൻ്റെ ഇല ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതാ നമ്മൾ അയക്കൂര വാഴേൻ്റെ ഇലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ അയക്കൂര പൊള്ളിച്ചത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല സ്മെല്ല്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാളെ വേറെ റെസിപ്പി തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ.